ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്ന പാഠഭാഗവും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് എന്ന ആക്ടിവിറ്റിയും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളതെന്ന്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്താണ്? മാറ്റങ്ങളുടെ ലോകത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു കോഴിക്കുഞ്ഞിനെ കാണുന്നുണ്ട്. ആ കുഞ്ഞ് ചിന്തിക്കുകയാണ്, വാസ് ഇറ്റ് സച്ച് ആൻ എഗ് ദാറ്റ് ടേൺ ഇൻ ടു മീ? ഇതുപോലുള്ള ഒരു എഗ്ഗിൽ നിന്നാണല്ലോ ഞാനായിട്ട് മാറിയിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയാണ്. ആ ഒരു എഗ്ഗ് വിരിഞ്ഞാണ് ആ ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് അല്ലേ. ഡിഡിൻറ്റ് യു നോട്ടീസ് ദ പിക്ചർ? ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്ട് എ ക്യൂട്ട് ചിക്ക്. എന്ത് ക്യൂട്ട്, എന്ത് ഭംഗിയുള്ള ഒരു ചിക്കാണത്. ഡു യു നോ ഹൗ ദിസ് ചിക്ക് കെയിം ഔട്ട്? എങ്ങനെയാണ് ഈ ചിക്ക് പുറത്തേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയുമോ? വാസ് ഇറ്റ് ലാച്ച് ഫ്രം ആൻ എഗ്? ഒരു എഗ്ഗിൽ നിന്ന്, ഒരു മുട്ട വിരിഞ്ഞിട്ടാണ് ഈ ഒരു കോഴിക്കുട്ട് പുറത്ത് വന്നിട്ടുള്ളത് അല്ലേ. For an egg to hatch and become a chick, many changes must have occurred within the egg. അപ്പോൾ ഒരു മുട്ടക്കുള്ളിൽ ഒരു കുഞ്ഞ് വിരിയണമെങ്കിൽ ആ മുട്ടക്കുള്ളിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാവും അല്ലേ. എന്നിട്ടാണ് ആ ഒരു മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞായിട്ട് പുറത്ത് വരുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? ഇവിടെ പിക്ചർ നോക്കൂ നിങ്ങൾ. ഓരോ പിക്ചറിലും ഓരോ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഫസ്റ്റ് വൺ ജാഗ്രിയാണ്. ആ ജാഗ്രിയിൽ പിന്നെ എന്ത് മാറ്റാണ് അവിടെ സംഭവിക്കുന്നത്? ക്രംബ്ലസ് ആണ് സംഭവിക്കുന്നത് അല്ല. അത് എന്താ സംഭവിക്കുന്നത്? അത് പൊടിയാണ് ചെയ്യുന്നത്. ഇനി ബീൻ സീഡ് നോക്കൂ, അത് ജെർമിനേറ്റ് ആവും, മുളക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ക്ലൗഡ് ട്രാൻസ്ഫോം ഇൻ ടു റെയിൻ. ക്ലൗഡ് എന്ത് ചെയ്യുന്നു? മഴയായിട്ട് പെയ്യാണ് ചെയ്യുന്നത്. സോ ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ സിമിലർ ചേഞ്ചസ്. ഇതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ചേഞ്ചസുകൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ കുറച്ച് ചേഞ്ചസുകൾ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. മാംഗോ എന്ത് സംഭവിക്കും? റൈപ്പൻസ്, അത് പഴുക്കുകയാണ് ചെയ്യുക. വാട്ടർ ബോയിലിംഗ്, തിളക്കുകയാണ് ചെയ്യുക. ഐസ് മെൽറ്റ് ചെയ്യുന്നു. അയൺ എന്ത് ചെയ്യുന്നു? റെസ്ലിംഗ്, തുരുമ്പ് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന ചേഞ്ചസുകൾ ആണ്. ചേഞ്ചസ് ആർ മെനി. നമുക്ക് ചുറ്റും ഒരു ചേഞ്ചസ് മാത്രമാണോ നടക്കുന്നത്? നോ, മെനി, ഒരുപാട് ചേഞ്ചസുകൾ നടക്കുന്നുണ്ട് അല്ലേ. ഒബ്സർവ് സം ഹാൻഡിക്രാഫ്റ്റ് മെയ്ഡ് ഫ്രം വാക്സ് ആൻഡ് പേപ്പർ. താഴെ കൊടുത്തിട്ടുള്ളത് വാക്സും പേപ്പറും വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആർന്റ് യു ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് സച്ച് ഹാൻഡിക്രാഫ്റ്റ്? ലെറ്റ്സ് ഡു ഇറ്റ്. ഇത്തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. മെറ്റീരിയൽസ് റിക്വയർഡ്. അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, ബെഡ്സ്, സീസേഴ്സ്, സ്കെച്ച് പെൻ. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയത്. യൂസിങ് ദ മെറ്റീരിയൽസ് പ്രൊവൈഡഡ്, ട്രൈ ടു മേക്ക് ദ ഒബ്ജെക്ട്സ് ഷോൺ ഇൻ ദ പിക്ചർ, ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യുക. വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ടു ഈച്ച് ഓഫ് ദ മെറ്റീരിയൽസ് യു യൂസ്ഡ്? നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? കളർ ക്ലേ എന്ത് ചെയ്യുന്നു? കളർ ക്ലേ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ. അവിടെ ഷേപ്പ് അവിടെ ചേഞ്ച് ചെയ്യുന്നു. സോ അവിടെ ഷേപ്പ് ചേഞ്ചസ് എന്ന് എഴുതി കൊടുക്കുക. കളർ പേപ്പറിലോ ഷേപ്പ് ചേഞ്ചസ് തന്നെയാണ്. കളർ പേപ്പർ വെട്ടി നമ്മൾ ബട്ടർഫ്ലൈയും മറ്റുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷേപ്പാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ചാർട്ട് പേപ്പറോ ഷേപ്പ് ആൻഡ് കളർ ചേഞ്ചസ് അല്ലേ. ദെൻ if the case of color clay, was it the substances of its shape that changed? ഇവിടെ കളർ ക്ലേ എന്നുള്ള പദാർത്ഥം നമ്മൾ ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്താണ്? അത് മൊത്തത്തിൽ മാറുന്നുണ്ടോ? ആ സബ്സ്റ്റൻസ് മൊത്തത്തിൽ മാറുന്നുണ്ടോ? ഇല്ല അല്ലേ. എപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലും അത് കളർ ക്ലേ തന്നെയാണ്. എന്തുണ്ടാക്കിയാലും ആ ക്ലേ തന്നെയായിരിക്കും. സോ ഓൺലി ദ ഷേപ്പ് ചേഞ്ചസ്. അതിൻ്റെ ഷേപ്പ് മാത്രമേ അവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അല്ലാതെ സബ്സ്റ്റൻസിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. What changes occurred when handicraft were made using chart paper and color paper? കളർ പേപ്പറും ചാർട്ട് പേപ്പറും വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്ത് തന്നെയാണ്? അവിടെ സബ്സ്റ്റൻസിൽ മാറ്റം സംഭവിക്കുന്നുണ്ടല്ല, അതിൽ ഷേപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ എന്ത് സംഭവിക്കും? ഷേപ്പ് മാറും. അതിൻ്റെ കളർ ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. അത്രയും മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. സോ ഡസ് ദ സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ഈച്ച് കേസ്? എവിടെയെങ്കിലും ആ സബ്സ്റ്റൻസിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഈസ് ഇൻ ദ സെയിം സബ്സ്റ്റൻസസ് ദാറ്റ് ചേഞ്ച് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്സ് ഇൻ ഈച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷൻസിലും അവിടെ എന്താണ്? അവിടെ ഷേപ്പാണ് മാറുന്നത്, അല്ലാതെ സബ്സ്റ്റൻസ് മാറുന്നില്ല. ക്ലേ അത് നമ്മൾ എടുത്ത് വീണ്ടും നമുക്ക് പഴയ രൂപത്തിലുള്ള ക്ലേ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്.
ദെൻ ചേഞ്ച് ഇൻ ഷേപ്പ് എന്നുള്ളതാണ്. എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു ദ ഒബ്ജക്റ്റ് ഇൻ ഈച്ച് സിറ്റുവേഷൻസ്. ഫസ്റ്റ് വൺ എന്താണ്? വാട്ടർമെലൺ ആണ് അല്ലേ. വാട്ടർമെലൺ നമ്മൾ പീസാക്കി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയും വാട്ടർമെലൺ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഒരു വുഡിൽ നിന്നും നമ്മളൊരു ചെയർ ഉണ്ടാക്കുകയാണ്. അപ്പോഴും അവിടെ ഷേപ്പാണ് മാറുന്നത്. ആക്ച്വലി അത് എന്ത് തന്നെയാണ്? വുഡ് തന്നെയാണ്. ഇനി അടുത്തത് കുപ്പി പൊട്ടിയിട്ട് അത് ബ്രോക്കൺ ആയിട്ട് ചില്ലായിട്ട് മാറുകയാണ്. ഒരു പൈപ്പ് ഉരുക്കിയിട്ട് കയറ്റുന്നത്, അവിടെ ഒക്കെ എന്താണ്? ഷേപ്പിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ, അല്ലാതെ അവിടെ സബ്സ്റ്റൻസിൽ ചേഞ്ചസ് വരുന്നില്ല. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. Haven't you learned the changes in the state of water in the previous class? Try to write down. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സിൽ വാട്ടറിൻ്റെ ചേഞ്ചസ് സംഭവിക്കും എന്നുള്ളത് അല്ലേ. സോ ഏതൊക്കെയാണ്? വാട്ടർ നമുക്കറിയാം, വാട്ടർ ആയിരിക്കുമ്പോൾ അത് ലിക്വിഡ് ആണ്. അതിന് നമ്മൾ ഐസ് ആക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് സോളിഡ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും? നീരാവിയായിട്ട്, വാട്ടർ വേപ്പറായിട്ട് പോവും. അപ്പോൾ അതവിടെ ഗ്യാസസ് ആയിട്ടാണ് മാറുന്നത്. റൈറ്റ് ദ സിറ്റുവേഷൻസ് വേർ നേച്ചർ ആൻഡ് അതർ ലിവിങ് ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ ഒരു വെള്ളം, സ്റ്റേറ്റ് ഓഫ് വാട്ടറിൻ്റെ ഒരുപാട് ഓർഗാനിസംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രകൃതിയും അതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. അതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഫോർമേഷൻ ഓഫ് റെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സ്നോഫോൾ, ദെൻ ഹ്യൂമൻ സ്വെറ്റിങ്, ഗ്ലേഷ്യേഴ്സ് മെൽറ്റിങ്, ഇതൊക്കെ പ്രകൃതി പ്രയോജനപ്പെടുത്തുന്ന നമ്മുടെ വെള്ളത്തിൻ്റെ ഒരുപാട് സ്റ്റേറ്റ്സുകളാണ്. സോ വെൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ചസ്, ഈസ് ദർ എനി ചേഞ്ചസ് ഇൻ വാട്ടർ ആസ് എ സബ്സ്റ്റൻസസ്. ഇവിടെ വാട്ടറിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? അതിൻ്റെ സബ്സ്റ്റൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. വാട്ടർ തന്നെയാണ്. അത് ഐസ് ആയി കഴിഞ്ഞാലും അത് വാട്ടർ തന്നെയാണ്. വാട്ടർ വെപ്പർ ആയാലും അത് എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ്. ആറിൻറ്റ് ഐസ് ആൻഡ് വാട്ടർ വെപ്പർ ദ ടു അതർ സ്റ്റേറ്റ് ഓഫ് വാട്ടർ? കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ജലത്തിന് വാട്ടറിൻ്റെ അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഒരു പദാർത്ഥം, ആ സബ്സ്റ്റൻസിന് മാറ്റം സംഭവിക്കില്ല. അവിടെ എന്താവും? അതിൻ്റെ പേരുകളിൽ, അതിൻ്റെ സ്റ്റേറ്റിൽ മാത്രമേ അവിടെ ചേഞ്ചസ് സംഭവിക്കുന്നുള്ളൂ. താഴെ തന്നിട്ടുള്ള ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ വാട്ടറിനെ നമ്മൾ കൂള് ചെയ്യുകയാണ്, തണുപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഐസ് കിട്ടും. ഐസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ്. ഇനി വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലിക്വിഡ് ആണെന്നറിയാം. അതിന് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നീരാവിയാവും, അഥവാ വാട്ടർ വേപ്പർ ആവും. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്. അപ്പോൾ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സുകളാണ് ഏതൊക്കെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമേ അവിടെ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. കൺസിഡർ ദ സിറ്റുവേഷൻസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്, അത് ഒന്നും കൂടെ പറയുകയാണ്. മേക്കിംഗ് വേരിയസ് ഷേപ്സ് യൂസിങ് ക്ലേ വെച്ചുകൊണ്ട് നമ്മൾ വേരിയസ് ഷേപ്സ് ഉണ്ടാക്കുകയാണെന്ന് വെക്കുക. മേക്കിംഗ് ചെയർ യൂസിങ് വുഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെയർ ഉണ്ടാക്കുക. കട്ടിങ് വാട്ടർമെലൺ ഇൻറ്റു പീസസ്, വാട്ടർമെലൺ പീസസ് ആക്കുക. കൺവേർട്ടിങ് വാട്ടർ ഇൻറ്റു ഐസ്, വെള്ളം നമ്മൾ എന്താക്കുക? ഐസ് ആക്കുന്നു. അതുപോലെ എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് പൈപ്പ് വലുതാക്കുന്നത്. ഡിഡ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. ഈ എല്ലാ സിറ്റുവേഷൻസിലും അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചസിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? അവിടെ എന്താണ്? ഫിസിക്കൽ ആയിട്ടാണ് മാറുന്നത് അല്ലേ. അഥവാ വുഡ് എന്ന് പറയുന്നത് ചെയറായിട്ട് മാറുന്ന ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെറ്റീരിയൽസിനല്ല അവിടെ ചേഞ്ച് വരുന്നത്. വാസ് ഇൻ എനി ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്. അവിടെ എന്തെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ വെള്ളം ഐസ് ആക്കുകയാണ്. അവിടെ എന്താണ് പുതിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ഐസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്. സോ ലെറ്റ്സ് എൻക്വയർ മോർ സിറ്റുവേഷൻസ് വെർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് വിതൗട്ട് എനി ചേഞ്ചസ് ഇൻ ദ സബ്സ്റ്റൻസസ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അവിടെ സബ്സ്റ്റൻസിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് എൻക്വയറി ചെയ്യാം. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വെൻ വാക്സ് മെൽറ്റ്സ്, എന്താണ്? വാക്സ് മെൽറ്റ് ആവുകയാണെന്ന് വിചാരിക്കാം. കാൻഡിൽ ഇസ് എ സോളിഡ്, ഇസിൻറ്റ് ഇറ്റ്? കാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ആണ് അല്ലേ. ക്യൂട്ട് എ കാൻഡിൽ ഇൻറ്റു സ്മോൾ പീസസ്. നമ്മൾ ക്യൂട്ട് അല്ല കേട്ടോ, കട്ടാണ്. കട്ട് എ കാൻഡിൽ ഇൻറ്റു സ്മോൾ പീസസ്. നമ്മളൊരു കാൻഡിൽ എടുത്തിട്ട് അതിനെ ചെറിയ പീസസ് ആക്കുക. നൗ വാട്ട് ചേഞ്ചസ് ഹാസ് ഒക്കേർഡ് ടു ദ വാക്സ്. അപ്പോൾ ആ വാക്സിന് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? ദ വാക്സ് ഇസ് സ്റ്റിൽ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ആ വാക്സ് എന്ന് പറയുന്നത് അപ്പോഴും സോളിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. ഓൺലി ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ വാക്സ് ചേഞ്ചർ. അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ സൈസും മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈസ് ഇൻ ദ വാക്സ് സ്റ്റിൽ ഇൻ ദ സെയിം സ്റ്റേറ്റ്. അപ്പോഴും എന്താണ്? വാക്സ് എന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റിലാണ്, ആ ഒരു സോളിഡ് തന്നെയാണ് അപ്പോഴും നിലനിൽക്കുന്നത്. ടേക്ക് എ സ്മോൾ പീസസ് ഓഫ് വാക്സിൻ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് സ്പൂണിലാക്കിയിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുക, ചൂടാക്കി കൊടുക്കുക. അലോ ദ മോൾട്ടൻ വാക്സ് ടു കൂൾ ഫോർ എ വൈൽ. അതിനുശേഷം കുറച്ച് നേരം എന്ത് ചെയ്യുക? നമ്മൾ അതിനെ കൂളാക്കാൻ വേണ്ടി, തണുപ്പിക്കാൻ വേണ്ടി വെക്കുക.
ദെൻ നൗ വാട്ട് ചേഞ്ചസ് ഹാസ് occurred is in the states. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ അവിടെ ചൂടാക്കുമ്പോൾ അത് മെൽറ്റ് ആവും അല്ലേ, മെൽറ്റ് ആയി അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെ നമ്മൾ അതിനെ തണുപ്പിക്കാൻ വെക്കുമ്പോൾ, കൂൾ ചെയ്യാൻ വെക്കുമ്പോൾ വീണ്ടും അതെന്താവും, വാക്സ് ആയിട്ട് സോളിഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. Then are in the solid wax and the molten wax the same substances? നമ്മൾ മോൾട്ട് ചെയ്തപ്പോഴും സോളിഡ് വാക്സിനും ഒരേ സ്റ്റേറ്റിലാണോ? അല്ല, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. ഡിഡ് ഇറ്റ് ബിക്കം എ ന്യൂ സബ്സ്റ്റൻസ് ഓർ കൂളിംഗ്? അത് കൂൾ ചെയ്തപ്പോൾ പുതിയ സബ്സ്റ്റൻസ് ആയോ? ഇല്ല, അത് കൂൾ ചെയ്തപ്പോൾ കാൻഡിൽ അഥവാ വാക്സ് തന്നെയാണ് ഉണ്ടായത്. ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻ. ആ ഒരു ഒബ്സർവേഷനാണ് ഇവിടെ ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഐറ്റം കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്. അവിടെ എന്താണ്, സൈസ് ആൻഡ് ഷേപ്പ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് തന്നെയായിരുന്നു. ഹീറ്റിംഗ് വാക്സ്, നമ്മൾ അതിനെ ചൂടാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, വാക്സ് മെൽറ്റ്സ്, അത് മെൽറ്റ് ആവും അല്ലേ. അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. കൂളിംഗ് മോൾട്ടൻ വാക്സ്, ആ ഒരു ഉരുകിയ മെഴുക് നമ്മൾ വീണ്ടും കൂൾ ചെയ്യാൻ വെക്കുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ ടു സോളിഡ്, അത് വീണ്ടും സോളിഡിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോളിഡ് ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഹീറ്റ് ദ വാക്സ് ഇൻ ദ സ്പൂൺ ഫോർ എ ലോങ്ങർ ടൈം. ഡു യു സീ ദ വാക്സ് നൗ? ഇനി നിങ്ങൾ ആ സ്പൂണിൽ വെച്ചിട്ട് കുറേ നേരം നിങ്ങൾ ചൂടാക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാക്സ് അവിടെ കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല, വാക്സ് എന്ത് ചെയ്യും, നീരാവിയായിട്ട് വേപ്പറായിട്ട് പോകും. സോ വേർ ഡിഡ് ദ വാക്സ് ഗോ? എവിടേക്കായിരിക്കും ആ വാക്സ് പോയിട്ടുണ്ടാവുക? മേലേക്ക് പോകും അല്ലേ. സോ ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാക്സ് ഓൺ ഹീറ്റിംഗ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ്. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാക്സ് ഓൺ ഹീറ്റിംഗ്. ഇനി നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? വാക്സ്, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ, ലാമ്പ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ്. Take a piece of wax in the boiling tube and heat it using the lamp as shown in the picture. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ബോയിലിംഗ് ട്യൂബിൽ ഒരു കഷ്ണം വാക്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നല്ല ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ദ മൗത്ത് ഓഫ് ബോയിലിംഗ് ട്യൂബ് ഷുഡ് ബി ക്ലോസ്ഡ് വിത്ത് ദ കോട്ടൺ. ആ ഒരു കോട്ടൺ വെച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം ഉണ്ടാവില്ല, അതിൻ്റെ വായ നമ്മൾ എന്ത് കൊടുക്കുക, മൂടിക്കൊടുക്കുക. സോ വാട്ട് ചേഞ്ചസ് ഹാപ്പൻസ് ടു ദ വാക്സ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്? ഇവിടെ വാക്സിന് എന്താണ് സംഭവിക്കുക, ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഹീറ്റ് ദ മോൾഡൻ വാക്സ് അഗെയിൻ ആൻഡ് വാട്ട് ഹാപ്പൻസ്? ആ ഒരു മോൾഡൻ ആയിട്ടുള്ളതിന് വീണ്ടും നമ്മൾ ചൂടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ പുറത്തേക്ക് പോകും. പക്ഷെ അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു കോട്ടണിൽ അത് വന്നിട്ട് അബ്സോർബ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. റിമൂവ് ദ ബോയിലർ ട്യൂബ് ഫ്രം ദ ലാമ്പ് ആൻഡ് ഒബ്സർവ് ആഫ്റ്റർ എ ഷോർട്ട് വൈൽ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ട്യൂബിനുള്ളിൽ നോക്കുക. ആ ഒരു മാറ്റിയതിന് ശേഷം നിങ്ങൾ നിരീക്ഷിച്ചു നോക്കാനാണ് പറയുന്നത്. വാട്ട് ഡു യു സീ ഇൻസൈഡ് ദ ബോയിലിംഗ് ട്യൂബ് നൗ? ഇപ്പോൾ ബോയിലിംഗ് ട്യൂബിൽ എന്തുണ്ടായിരിക്കും, അതിൻ്റെ ട്യൂബിൽ ഫുള്ള് ഈ ഒരു വാക്സ് ഇങ്ങനെ മെൽറ്റ് ആയിട്ടുള്ള വാക്സ് വീണ്ടും തണുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാൻ യു സീ ട്രേസസ് ഓഫ് വാക്സ് ഓൺ ദ കോട്ടൺ ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്? ആ ഒരു ബോയിലിംഗ് ട്യൂബിൻ്റെ അപ്പർ പാർട്ടിലുള്ളതിൽ നമുക്ക് വാക്സ് കാണാൻ വേണ്ടി പറ്റും. ഒബ്സർവ് ദ സൈഡസ് ആസ് വെൽ. സൈഡിൽ നോക്കിയാലും വാക്സ് കാണാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ഇത് മെൽറ്റായി ഇത് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് പോകാനുള്ള അവിടെ സ്ഥലമില്ല. അപ്പോൾ അതെന്ത് ചുറ്റും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് അത് കൂളായി കഴിയുമ്പോൾ വീണ്ടും നമുക്കത് കാണാനും പറ്റുന്നതാണ്. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ അനലൈസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ താഴെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ നോക്കൂ. ഇവിടെ ഓരോ സിറ്റുവേഷൻസിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഇൻ ദ എക്സ്പെരിമെൻറ്റ് യു കണ്ടക്റ്റഡ്, നമ്മൾ കണ്ടക്ട് ചെയ്തുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് വൺ, വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാക്സ് ബിഫോർ ഹീറ്റിംഗ്? ഹീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു അല്ലേ. വാട്ട് ചേഞ്ച് ഒക്കേർഡ് ഇൻ സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്? നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വെൻ ഹീറ്റഡ് ദ വാക്സ് മെൽറ്റഡ് ആൻഡ് ടേൺ ഇൻ ടു ലിക്വിഡ് ഫോം, അത് ലിക്വിഡ് ഫോമിലേക്ക് മാറും. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഇറ്റ് ചേഞ്ച് ഓൺ ഹീറ്റിംഗ് ഫെർദർ? നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ ഓൺ ഹീറ്റിംഗ് ഫെർദർ ദ ലിക്വിഡ് വാക്സ് ഇൻ ടു ദ വേപ്പർ, അത് വേപ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ വേപ്പറൈസ്ഡ് വാക്സ് ചേഞ്ച് ഓൺ കൂളിംഗ്? ഇനി നമ്മളിത് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുക, തണുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇത് വീണ്ടും ഏത് സ്റ്റേറ്റിലേക്ക് മാറും? ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഇൻ ടു സോളിഡ് സ്റ്റേറ്റ്, അത് വീണ്ടും സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഡിഡ് ദ വാക്സ് ടേൺ ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസസ് വെൻ ഇറ്റ് സ്റ്റേറ്റ് ചേഞ്ച്ഡ്? ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ സബ്സ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, ദാറ്റ് ഈസ് ഓൾവേസ് വാക്സ്, അത് എപ്പോഴും വാക്സ് തന്നെയാണ്. അപ്പോൾ അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല.
ചോദിച്ചിട്ടില്ല. ഈസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ടു ദ വാക്സ് പെർമനന്റ് ഓർ ടെമ്പററി, ഇത് ടെമ്പററി ആയിട്ടാണോ അത് പെർമനന്റ് ആയിട്ടാണ് ഈ ചേഞ്ച് വന്നിട്ടുള്ളത്? ദ ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ടു ദ വാക്സ് ഈസ് ടെമ്പററി, അത് ടെമ്പററി ആയിട്ടാണ് ലിക്വിഡ് ആയതും വീണ്ടും അത് സോളിഡ് ആയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ല, ഒരു ടെമ്പററി ചേഞ്ചസ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഇൻ ദ ചേഞ്ചസ്, ഈ ചേഞ്ചസുമായി ബന്ധപ്പെട്ടുള്ള ഇലിസ്ട്രേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. വാക്സ് മെൽറ്റ്സ് ടു ലിക്വിഡ് സ്റ്റേറ്റ്, അല്ല ബ്ലോക്ക് ഓഫ് വാക്സ്, നമ്മൾ ആദ്യം വാക്സ് എടുത്തു, അത് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കും? റിസീവ്സ് ഹീറ്റ് എനർജി, അത് ഹീറ്റ് എനർജി റിസീവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ വാക്സ് മെൽറ്റ്സ് ടു ലിക്വിഡ് സ്റ്റേറ്റ്, അപ്പോൾ അത് എന്ത് ചെയ്യും? അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്യാണ്, അപ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും റിസീവ്സ് ഹീറ്റ് എനർജി, വീണ്ടും ഹീറ്റ് എനർജി അത് വാങ്ങിക്കും. മോൾട്ടൺ വാക്സ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ്, അത് ആ ഒരു ഉരുകിയ ആ ഒരു മെഴുക് എന്ന് പറയുന്നത് വേപ്പറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ കൂൾസ് ഡൗൺ, അതിനെ നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അത് സ്വീകരിച്ച ആ ഒരു ഹീറ്റിനെ പുറത്ത് വിടും അല്ലേ, റിലീസ് ഹീറ്റ് എനർജി, അത് ആ ഒരു ഹീറ്റ് എനർജിയെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാക്സ് ഇൻ വേപ്പർ സ്റ്റേറ്റ് ഇൻ ടു ദ ലിക്വിഡ് സ്റ്റേറ്റ്, ആ ഒരു വാക്സ് വേപ്പറിൽ നിന്നും നേരെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെ അതെന്ത് ചെയ്യും? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. കൂൾ ഡൗൺ, റിലീസ് ദ ഹീറ്റ് എനർജി, അത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് വെൻ വാക്സ് റിസീവ്ഡ് ഹീറ്റ് എനർജി. അപ്പോൾ ഈ ഒരു മെഴുക് ഈ ഒരു ഹീറ്റ് എനർജി സ്വീകരിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതെന്ത് ചെയ്യും? മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ അത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമിലർലി ഇലിസ്ട്രേറ്റഡ് ദ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഐസ് വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് റിലീസ്. അതുപോലെ തന്നെ ഐസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാവും അവിടെയും സംഭവിക്കുന്നത് അല്ലേ. ആദ്യം എന്തായിരിക്കും? അത് വാട്ടർ ആയിരിക്കും. പിന്നെ എന്ത് സംഭവിക്കും? വാട്ടർ അത് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ലിക്വിഡ് ആയിട്ട് മാറും അല്ലേ. ഇവിടെ ആദ്യം ഐസ് ആയിരിക്കും, പിന്നെ അത് വാട്ടർ ആയിട്ട് മാറും. പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്താവും? അത് വേപ്പർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അതെന്ത് ചെയ്യും? വീണ്ടും റിസീവ് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് മാറും, വീണ്ടും റിസീവ് ചെയ്തിട്ട് വേപ്പർ ആവും. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യും? വേപ്പർ വീണ്ടും വാട്ടർ ആയിട്ട് മാറും, പിന്നെ അത് ഐസായിട്ട് മാറും. ഇവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ സംഭവിക്കുന്നത് റിലീസ് എനർജിയാണ് അല്ലേ, റിലീസ് ഹീറ്റ് എനർജിയാണ് അവിടെ സംഭവിക്കുന്നത്. സോ അത് നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഐസ് ടെമ്പററി ഓർ പെർമനൻ്റ്? ഇവിടെ ഐസിൻ്റെ ചേഞ്ച് എന്താണ് പറയുന്നത്? അതും പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഈസ് എനി ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ് വെൻ ഐസ് അണ്ടർഗോസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? അവിടെ ഐസ് അവസ്ഥ മാറുമ്പോൾ അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഐസ് എന്താവും? അത് വാട്ടർ ആവും, പിന്നെ വേപ്പർ ആവും, അത് വീണ്ടും തിരിച്ച് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസിന് യാതൊരു ചേഞ്ചസും ഉണ്ടാകുന്നില്ല. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ഗീ, കോക്കനട്ട് ഓയിൽ എക്സെട്ര ദാറ്റ് വി യൂസ് at home gets solidified? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യ്, വെളിച്ചെണ്ണ ഒക്കെ ഇല്ല, അത് ചില സമയങ്ങളിൽ കട്ടിയാവാറുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻ വിച്ച് സീസൺ ഡു ദീസ് ഗെറ്റ് സോൾഡിഫൈഡ്? ഇത് എപ്പോഴാണ് സോൾഡിഫൈഡ് ആവുക എന്നറിയോ? നമ്മുടെ ഈ ഒരു വിൻ്റർ സീസൺ വരുമ്പോൾ, അതുപോലെ മൺസൂൺ വരുമ്പോൾ, നല്ല തണുപ്പുള്ള സമയങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. ആർ ദീസ് ചേഞ്ചസ് ടെമ്പററി ഓർ പെർമനന്റ്? ഇത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ? ടെമ്പററി ആണ്. നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ അതിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിസീവ്ഡ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് എന്താവും? വീണ്ടും ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലുമായിട്ട് മാറും. ഡു ദീസ് ചേഞ്ചസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസസ്? ഇത് പുതിയ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല, യാതൊരു സബ്സ്റ്റൻസും അവിടെ ഉണ്ടാക്കുന്നില്ല. അവിടെ എന്ത് ചെയ്യാണ്? ആ സബ്സ്റ്റൻസിനെ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. So far, we have discussed the changes in the physical properties of substances like size, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എന്താണ്? ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഒന്നുകിൽ അത് സൈസിലായിരിക്കാം, അല്ലെങ്കിൽ ഷേപ്പ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഇതിലൊക്കെ വരുന്ന ചേഞ്ചസ് ആണ്. സച്ച് ചേഞ്ചസ് ആർ ഫിസിക്കൽ ചേഞ്ച്. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ത്രൂ ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ചേഞ്ചിലൂടെ യാതൊരു സബ്സ്റ്റൻസും അവിടെ പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. ഫൈൻഡ് എക്സാമ്പിൾസ് ഫോർ ദീസ് ആൻഡ് ലിസ്റ്റ് ദം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് നിങ്ങളടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ക്ലാസ്സിൽ അതിനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ പറയുന്നത് ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് സൈസ്,
ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സൈസിലോ ഷേപ്പിലോ സ്റ്റേറ്റിലോ വരുന്ന ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ് ആൻഡ് ടിയറിംഗ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകിൽ എക്സ്പാൻഡ് ആവും, അത് ഇപ്പോൾ നമ്മൾ പൈപ്പ് ഉരുക്കിയപ്പോൾ അവിടെ എക്സ്പാൻഷൻ കണ്ടു അല്ലേ, അല്ലെങ്കിൽ മെൽറ്റ് ആവും, ഐസ് മെൽറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും, കുപ്പി പൊട്ടി ചില്ലാവുന്നത്. അതുപോലെ തന്നെ ടിയറിംഗ് സംഭവിക്കും, കീറുക, പേപ്പർ കീറുക. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ഫിസിക്കൽ ചേഞ്ച് അവിടെ സംഭവിക്കുന്നത്. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഡ്യൂ ടു ഡു ദീസ് ഫിസിക്കൽ ചേഞ്ചസ്. ഈ ഫിസിക്കൽ ചേഞ്ചസിലൂടെ അവിടെ എന്താണ്, പുതിയ സബ്സ്റ്റൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. ഈ സം ഫിസിക്കൽ ചേഞ്ചസ് എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ചില സമയത്ത് എന്താണ് ഇവിടെ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും, ചിലപ്പോൾ അത് റിലീസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഡെയിലി ലൈഫ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നത്. വാട്ട് ഡു വി ഡു വിത്ത് ബ്രോക്കൺ ആൻഡ് അൺയൂസബിൾ പ്ലാസ്റ്റിക് ഐറ്റംസ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അൺയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം? മേക്കിംഗ് ഡെക്കറേറ്റ് ഐറ്റംസ് അല്ലേ, ഡെക്കറേറ്റ് ഐറ്റംസ് ഉണ്ടാക്കാം. ഗിവിംഗ് ദം ടു ദ ഹരിതകർമ്മ സേന, അതുപോലെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നു. യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ കളക്ടിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. Can these items be recycled? ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? Can any products be made by utilizing changes in physical state? അപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. How is the change of state made useful in recycling? ഒരു റീസൈക്ലിങ്ങിലൂടെ എങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റേറ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത്, അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. റീസൈക്ലിംഗ് എന്നതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ആൻഡ് അതർ പ്ലാസ്റ്റിക് ഐറ്റംസ് ത്രോൺ അറൗണ്ട് കെയർലെസ്ലി കോസ് മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ എന്താണ് പറയുക, കെയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ എറിയും അല്ലേ, ഇതൊക്കെ ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് കാരണമാകുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ക്യാൻ ബി റീസൈക്കിൾ ഇൻ ടു ന്യൂ ഐറ്റംസ്. ഇതിൽ അധിക സാധനങ്ങൾ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങളാണ്. മെറ്റൽസ് ലൈക്ക് അയൺ, ബ്രാസ് ആൻഡ് അലുമിനിയം ക്യാൻ ഓൾസോ ബി റീസൈക്കിൾ ഇൻ ദിസ് വേ. അതുപോലെ തന്നെ ഈ ഒരു വേയിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ് അയൺ, ബ്രാസ്, അലുമിനിയം തുടങ്ങിയവയൊക്കെ. അപ്പോൾ നോക്കൂ, ഈ ഐറ്റംസ്, ഈ ഒരു പ്ലാസ്റ്റിക് ഐറ്റംസിൽ നിന്ന് നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അയൺ, ബ്രാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. നെക്സ്റ്റ് വൺ, റീയൂസ് ആണ്. ഹാവിങ് യൂസ് ഇൻ മെനി ഐറ്റംസ് ദാറ്റ് ആർ നോ ലോങ്ങർ യൂസ്ഫുൾ ബീങ് യൂസ്ഡ് ഫോർ അതർ പർപ്പസ്. ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള പല വസ്തുക്കളും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് റീയൂസ്, അതിനെയാണ് നമ്മൾ റീയൂസ് എന്ന് പറയുന്നത്. യു ക്യാൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് സച്ച് ആൻഡ് അൺയൂസബിൾ മെറ്റീരിയൽസ് ഇൻ വേരിയസ് വേയ്സ് ലൈക്ക് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് അൺയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ് ഗിവൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ, ഇവിടെ നോക്കൂ, ടയർ വെച്ചുകൊണ്ടാണ് അവിടെ എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഒരു പോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതുപോലെ മറ്റൊരു പ്ലാന്റ് വെക്കുന്ന ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളതും ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നാണ്. ലെറ്റ്സ് പ്രൊട്ടക്ട് നേച്ചർ. എന്താണ്, നേച്ചറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. വെൻ പ്ലാസ്റ്റിക് ബേൺസ് പോയിസണൈസസ് ഗ്യാസസ് ഹാംഫുൾ ടു ലിവിങ് ഓർഗാനിസംസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ എന്താണ്, അവിടെ ഒരുപാട് വിഷമായിട്ടുള്ള ഒരുപാട് വാതകങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇത് ജീവജാലങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് അവേ ഓൺ ബേണിംഗ് ഇൻ ആൻ ആക്ട് ഓഫ് നേച്ചർ കൺസർവേഷൻ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊക്കെ നേച്ചറിന് ഒരുപാട് കൺസർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. പ്രൊട്ടക്ട് നേച്ചർ ബൈ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസിൻ്റെ പ്രോപ്പറായിട്ടുള്ള യൂട്ടിലൈസേഷൻ നടത്തിയാൽ തന്നെ പ്രകൃതിയെ നമുക്ക് ഒരുവിധം സംരക്ഷിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. വി ഹാവ് ഡിസ്കസ് ദ ഫിസിക്കൽ ചേഞ്ചസ് ഓഫ് വാക്സ്, വാട്ടർ, പ്ലാസ്റ്റിക് എക്സെട്ര. ഇപ്പോൾ നമ്മൾ വാക്സിൻ്റെയും പ്ലാസ്റ്റിക്, വാട്ടർ ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് ബീങ് യൂസ്ഡ് ഇൻ ലൈഫ് സിറ്റുവേഷൻസ് ആർ റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഏതൊക്കെ രീതിയിലാണ് ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് ഉപകരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് സയൻസ് ഡയറിയിൽ എഴുതാം. ഇവിടെ സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൈൻഡിങ് റൈസ്, അവിടെ എന്താണ് ഫിസിക്കൽ ചേഞ്ച് നടക്കുന്നത്? സൈസ് ഡിക്രീസ്ഡ് ബിക്കംസ് പൗഡേർഡ്. സൈസ് അവിടെ കുറഞ്ഞിട്ട് അത് പൗഡർ ആയിട്ട് മാറാണ് അവിടെ ചെയ്യുന്നത്. ദെൻ
സ്റ്റിയറിംഗ് പേപ്പർ മുറിക്കുമ്പോഴോ ഷേപ്പ് ആൻഡ് സൈസ് ചേഞ്ച്. ഓക്കെ, അതുപോലെ കട്ടിംഗ് വെജിറ്റബിൾസ്, അവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ചസ്, നോ ന്യൂ സബ്സ്റ്റൻസസ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. സ്ട്രെച്ചിങ് എ റബ്ബർ പാൻറ് സ്ട്രെച്ച് ചെയ്യുമ്പോഴോ ഷേപ്പ് ചേഞ്ച് ചെയ്യും. റിട്ടേൺ ടു ഒറിജിനൽ ഫോം, അത് പെട്ടെന്ന് തന്നെ നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴയ ഫോമിലേക്ക് തിരിച്ചു വരും. ബ്രേക്കിംഗ് എ ചോക്ക് സ്റ്റിക്ക്, എന്താണ് ചോക്ക് കഷ്ണം പൊട്ടിക്കുന്നത്. സൈസ് ആൻഡ് ഷേപ്പ് ചേഞ്ചസ്, അവിടെ ഷേപ്പും സൈസും ചേഞ്ച് ചെയ്യുന്നു. നോ ന്യൂ സബ്സ്റ്റൻസ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് പ്രസന്റ് ഇൻ ദ ക്ലാസ്, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ്. ആർ ഓൾ ദ ചേഞ്ചസ് ഹാപ്പനിങ് അറൗണ്ട് അസ് ഫിസിക്കൽ ചേഞ്ച്, നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണോ അവിടെ സംഭവിക്കുന്നത്? ആണോ? നമുക്ക് നോക്കാം അല്ലേ. ചേഞ്ചസ് ഇൻ ദിസ് വേ ടു, മറ്റൊരു ചേഞ്ചസും അവിടെ സംഭവിക്കുന്നുണ്ട്. ഹാവൻ യു സീൻ പേപ്പർ ആൻഡ് വുഡ് ബേണിംഗ്, പേപ്പർ വിറകൊക്കെ കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? വാട്ട് ചേഞ്ചസ് ഡസ് ഹാപ്പൻ ഹിയർ, അവിടെ എന്ത് ചേഞ്ചാണ് സംഭവിക്കുക? പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാരം അല്ലെ, വിറക് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാരം കിട്ടും. കമ്പയർ ഇറ്റ് വിത്ത് ഫിസിക്കൽ ചേഞ്ച്, ഇത് ഫിസിക്കൽ ചേഞ്ചുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. യു ആർ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് വെൻ പേപ്പർ ഈസ് കട്ട് ടു മേക്ക് ന്യൂ ഷേപ്സ്, ദ സബ്സ്റ്റൻസസ് ഇൻ ദ പീസസ് ഓഫ് പേപ്പർ ആൻഡ് ദ പേപ്പർ ഡു നോട്ട് ചേഞ്ച്. ഇപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ വേറൊരു രൂപം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ആ പേപ്പറിൻ്റെ രൂപമേ മാറുന്നുള്ളൂ, അതിൻ്റെ ഷേപ്പും സൈസും മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ പേപ്പർ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈസ് ദ സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ബേണിംഗ് പേപ്പർ ദ സെയിം ആസ് ദ പേപ്പർ ബിഫോർ ബേണിംഗ്, ഇപ്പോൾ പേപ്പർ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ സെയിം സാധനം തന്നെയാണ് ബേൺ ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈസ് ഇൻ ദ ആഷ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ബേണിംഗ് ദ പേപ്പർ എ ന്യൂ സബ്സ്റ്റൻസസ്, അവിടെ ഉണ്ടാവുന്നത് ആഷ് ആണ് അല്ലേ, അഥവാ ചാരമാണ്. അത് പേപ്പറിൻ്റെ അതേ സബ്സ്റ്റൻസ് ആണോ? അല്ല, അതെന്താണ്, ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ്. വാട്ട് ഹാപ്പൻസ് വെൻ ഫയർവുഡ് ബേൺസ്, ഫയർവുഡ് ഉണ്ടാകുമ്പോഴോ അവിടെയും ഉണ്ടാവുന്നത് ഇത് തന്നെയാണ്. ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഹിയർ പെർമനന്റ് ഓർ ടെമ്പററി, അവിടെ ആഷ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ല. ആ ആഷിൽ നിന്ന് നമുക്ക് വീണ്ടും പേപ്പറോ അല്ലെങ്കിൽ ഫയറോ ഉണ്ടാക്കാൻ വുഡോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്, അതൊരു പെർമനന്റ് ചേഞ്ചസ് ആണ്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് പെർമനന്റ് ചേഞ്ചസ്, അപ്പോൾ ഇത്തരത്തിലുള്ള പെർമനന്റ് ചേഞ്ചസിന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനാണ്. ഷാൾ വി ഡു എക്സ്പെരിമെന്റ് റിലേറ്റഡ് ടു ദിസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? ഷുഗർ, സ്പൂണ്, മാച്ച് ബോക്സ്, ദെൻ കാൻഡിൽ, കോക്കനട്ട് ലീഫ്, മിഡ് റിബ്, ലാമ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ദ ലാമ്പ്, ഒരു സ്പൂണിൽ കുറച്ച് ഷുഗർ എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ഷുഗർ, ആ ഒരു ഷുഗറിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. ടേക്ക് ദ മോൾട്ടൺ ഷുഗർ ഓൺ ആൻ കോക്കനട്ട് ലീഫ്, മിഡ് റിബ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്, ഇതിലെന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഈർക്കിൽ എടുത്തുകൊണ്ട് ഇതിൻ്റെ രുചി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡസ് ദ കളർ, വാട്ട് ഹാപ്പൻസ് ഓൺ ഈറ്റിംഗ് ഇറ്റ് ഫർദർ, ഇത് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക, അതിൻ്റെ കളർ മാറി ഒരു ഡാർക്ക് കളറിലേക്ക് മാറും. ആഫ്റ്റർ കൂളിംഗ് ടേക്ക് ദീസ് സബ്സ്റ്റൻസസ് ഓർ അനദർ കോക്കനട്ട് ലീഫ്, മിഡ് റിബ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്, എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഹീറ്റ് ഇറ്റ് അഗെയിൻ അൺടിൽ ടേൺസ് ബ്ലാക്ക്, അത് ബ്ലാക്ക് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ടേക്ക് ദിസ് സബ്സ്റ്റൻസസ് ഓൺ അനദർ കോക്കനട്ട് ലീഫ്, മിഡ് റിബ്, കൂൾ ഇറ്റ് ആൻഡ് ടേസ്റ്റ്, എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇറുക്കിൽ വെച്ചുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈസ് ദർ എ ചേഞ്ചസ് ഇൻ ടേസ്റ്റ്, എന്തെങ്കിലും ചേഞ്ച് അവിടെ ഉണ്ടാകുന്നുണ്ടോ? ഈസ് ദ എ ന്യൂ സബ്സ്റ്റൻസ്, അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. ടാബ്ലേറ്റ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേർ ടു ഷുഗർ അറ്റ് ഈച്ച് സ്റ്റേറ്റ്, അപ്പോൾ ഓരോ സ്റ്റേറ്റിലും നമ്മൾ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ടേബിളിലൊന്ന് എഴുതി കൊടുക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിറ്റുവേഷന് ചേഞ്ച്, വെദർ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്, ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ അല്ലേ. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്, വൺ മൈൽഡ് ഹീറ്റിംഗ്, അല്പം നമ്മൾ മൈൽഡ് ആയിട്ടൊന്ന് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കളറിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? നോ ചേഞ്ച് ആണല്ലേ, ഒരു ചേഞ്ചും വരുന്നില്ല. സ്റ്റേറ്റ്സ് എന്താണ്, മെൽറ്റ്സ് ആണ്, അത് ഉരുകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും, സ്വീറ്റ് ആയിരിക്കും. നോ സബ്സ്റ്റൻസ് ആണ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. സെക്കൻഡ് വൺ, വെൻ ദ മോൾട്ടൺ ഷുഗർ ഈസ് ഹീറ്റഡ് എഗെയിൻ, ആ ഒരു മോൾട്ട് ചെയ്തിട്ടുള്ള ഷുഗർ എന്താണ്, നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലൈറ്റ് ബ്രൗൺ ആയിട്ട് അതിൻ്റെ നിറം കളറിൽ ചേഞ്ച് സംഭവിക്കും. തിക്ക് ലിക്വിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്വീറ്റ് ടു ബിറ്റർ, അതെന്താണ്, മധുരം ഉണ്ടാവും, ചിലപ്പോൾ അത് കയ്പും ഉണ്ടാവും. ദെൻ പുതിയ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടോ? നോ എന്നവിടെ എഴുതി കൊടുക്കുക.
ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് എന്താണ് കൂടുതൽ സമയം നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, കളറിൽ ബ്ലാക്ക് സംഭവിക്കും. ഒരു സോളിഡ് ഓർ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റർ ആയിരിക്കും. പുതിയ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകുന്നുണ്ടോ, ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എസ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, എസ് എന്ന് എഴുതി കൊടുക്കാം. അനലൈസ് ദ ചേഞ്ച് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഫോംഡ് ഹിയർ. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം അല്ലേ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചാർക്കോൾ ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ എൻഡ് ആൻഡ് ദ ഷുഗർ ദ സെയിം. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്, അവസാനം നമുക്ക് ലഭിച്ച സംഭവം എന്ന് പറയുന്നത് ഒരു ചാർക്കോൾ പോലെ വളരെ ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു സാധനമാണ് ലഭിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വരുന്ന ചേഞ്ച് എന്താണ്, ഫസ്റ്റ് എന്തായാലും സ്വീറ്റ് ആയിരുന്നു, പിന്നെ അത് ബിറ്റർ ആയിട്ട് മാറി അല്ലേ. സോ അവസാനം അത് ലഭിച്ച ആ ഒരു ചാർക്കോൾ എന്ന് പറയുന്നത് പഞ്ചസാര ചൂടാക്കുമ്പോൾ ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത് അല്ലേ. കാരണം നമുക്ക് ആ സബ്സ്റ്റൻസിനെ വീണ്ടും മാറ്റാൻ വേണ്ടി പറ്റുമോ, പഞ്ചസാരയിലേക്ക് പറ്റില്ല. അപ്പോൾ അവിടെ മൊത്തമായിട്ടുള്ള ഒരു മാറ്റമാണ്, ഒരു കെമിക്കൽ ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത്. കൂൾ ദ സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ഡസ് ദ ന്യൂ സബ്സ്റ്റൻസ് ടേൺ ബാക്ക് ഇൻ ടു ഷുഗർ. അത് വീണ്ടും ഷുഗർ ആയിട്ട് മാറുന്നുണ്ടോ, ഇല്ല അല്ലേ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ചേഞ്ച്. അപ്പോൾ ഈ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല, അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഒരു ടെമ്പററി അല്ല, നമുക്കതിനെ വീണ്ടും ഷുഗർ ആയിട്ടോ വേറെ എന്തെങ്കിലും ആക്കിയിട്ടോ മാറ്റിയെടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സയൻസ് ഡയറിയിൽ എഴുതാനാണ്. ഇനി നമുക്കൊരു മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം, മാച്ച് ബോക്സ്, മെഗ്നീഷ്യം റിബണ്, സാൻഡ് പേപ്പർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ക്ലീൻ ദ മെഗ്നീഷ്യം റിബൺ ബൈ റബ്ബിങ് ഇറ്റ് വിത്ത് സാൻഡ് പേപ്പർ. ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ മെഗ്നീഷ്യം നിങ്ങളൊന്ന് റബ്ബ് ചെയ്തിട്ട് വൃത്തിയാക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ ബേൺ ഇറ്റ് യൂസിങ് എ മാച്ച് സ്റ്റിക്ക്. അപ്പോൾ മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് അതിനൊന്ന് കത്തിച്ചു നോക്കുക. ഫൈൻഡ് ദ ചേഞ്ചസ് ആൻഡ് ഡിസ്കസ്. എന്നിട്ട് അതിൻ്റെ ചേഞ്ചസ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യണം. വേർ ഇറ്റ് ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ് ഇൻ ബോത്ത് ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് ഡൺ. അപ്പോൾ എന്ത് ചെയ്യും, അത് കരിഞ്ഞിട്ട് ഇതായിട്ട് വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് എക്സ്പെരിമെൻറ്റിലും ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ. പഴയ സബ്സ്റ്റൻസ് അല്ല, വീണ്ടും അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റുന്നില്ല. ദേ കാൺ ബി ചേഞ്ച് ബാക്ക് ഇൻ ടു ദ ഒറിജിനൽ സബ്സ്റ്റൻസസ്. അതിൻ്റെ ഒറിജിനൽ സബ്സ്റ്റൻസിലേക്ക് വീണ്ടും നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെർഫോർ ദീസ് ചേഞ്ചസ് ആർ പെർമനൻറ്റ് ചേഞ്ചസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് അല്ലേ, അല്ലാതെ ഒരു ടെമ്പററി ചേഞ്ച് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സച്ച് ചേഞ്ചസ് ആർ കെമിക്കൽ ചേഞ്ച്. അതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻ കെമിക്കൽ ചേഞ്ചസ് ഓൾസോ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. അപ്പോൾ കെമിക്കൽ ചേഞ്ചസിലും എന്ത് ചെയ്യുന്നുണ്ട്, എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ചേഞ്ച്. അപ്പോൾ കെമിക്കൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. വെൻ എ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ച് ആൻഡ് ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. അവിടെ എന്താണ്, കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ സബ്സ്റ്റൻസിലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ മാറി പുതിയ ഒരു സബ്സ്റ്റൻസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. എനർജി ഈസ് യൂഷ്വലി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ സച്ച് എ ചേഞ്ച് ഒക്കേഴ്സ്. അപ്പോൾ അവിടെ ആ ചേഞ്ച് നടക്കുമ്പോൾ ഒന്നുകിൽ എന്തുണ്ടാവും, എനർജിയെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എനർജിയെ റിലീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. കെമിക്കൽ ചേഞ്ചസ് ആർ പെർമനൻറ്റ് ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണ്, അതൊരു ടെമ്പററി ചേഞ്ച് അല്ല. You have understood major differences between the changes that occurred over heating wax and sugar. ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഈ വാക്സ് ചൂടാക്കിയപ്പോഴും അതുപോലെ ഷുഗർ ഹീറ്റ് ചെയ്തപ്പോഴൊക്കെ എന്താണ് അവിടെ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. വാക്സ് എന്താണ്, വീണ്ടും നമുക്ക് ആ ഒരു വാക്സിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും, ഷുഗറിന് നമുക്ക് വീണ്ടും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഡിസ്കസ് ആൻഡ് ടാബുലേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ ചേഞ്ചിൻ്റെയും കെമിക്കൽ ചേഞ്ചിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യണം, അതിൻ്റെ ഡിഫറൻസസ് ഒന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ഫിസിക്കൽ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കെമിക്കൽ ചേഞ്ചും കൊടുത്തിട്ടുണ്ട്. ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ് ചേഞ്ച്. എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, ആ സബ്സ്റ്റൻസിലെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച്. അവിടെ ഫിസിക്കലും ഉണ്ട്, അതുപോലെ കെമിക്കൽ സബ്സ്റ്റൻസിലും ചേഞ്ച് വരുന്നുണ്ട്. ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. കെമിക്കൽ ചേഞ്ചിൽ വരുമ്പോൾ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഓൾവേസ് ഹാവ് ടു അബ്സോർബ് ആൻഡ് റിലീസ്
റിലീസ്ഡ് ഹീറ്റ്. എപ്പോഴും എന്താണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക റിലീസ് ചെയ്യുക ഒന്നും ചെയ്യണമെന്നില്ല. ഇപ്പോൾ പേപ്പറൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കണമെന്നില്ല. ബട്ട് റിസീവ്സ് ആൻഡ് റിലീസ് ഹീറ്റ്. പക്ഷേ കെമിക്കൽ ചേഞ്ചിൽ ഒന്നുകിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യും. ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ദ ചേഞ്ച് ഈസ് ടെമ്പററി. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ചേഞ്ചിങ് കൺസ്റ്റൻറ്റ് എന്താണ്? പക്ഷേ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് കൺസ്റ്റൻ്റ് ആണ്, അതോ പെർമനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ ചേഞ്ച് ഇൻ ഡെയിലി ലൈഫ്. ഇനി ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. Many chemical changes occur daily in nature. We make use of many of these changes in our daily lives. Shall we discuss such experience? അപ്പോൾ നമ്മുടെ നേച്ചറിൽ തന്നെ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ മാംഗോ ഹാസ് റൈപ്പൻഡ്? ഒരു മാംഗോ എടുത്തു കഴിഞ്ഞാൽ അത് റൈപ്പായിട്ടുണ്ട്, അത് പഴുത്തിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? നമുക്കത് സ്മെല്ല് ചെയ്താലേ, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ? ദ റൈപ്പൻ ഓഫ് എ മാംഗോ ഇൻവോൾവ്സ് കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഒരു മാങ്ങ പഴുക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കെമിക്കൽ ചേഞ്ചാണ് അവിടെ നടക്കുന്നത് അല്ലേ? ആ ഒരു ചേഞ്ചിനെ പഴുത്ത മാങ്ങയെ നമുക്ക് പച്ചയാക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ കെമിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. ഹൗ ഈസ് മിൽക്ക് കൺവേർട്ടഡ് ടു കേർഡ്? മിൽക്ക് എങ്ങനെയാണ് കേർഡ് ആവുന്നത്, തൈരാവുന്നത് എങ്ങനെയാണ്? സോ എ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് കേർഡിങ് ഓഫ് മിൽക്ക് ഓൾസോ. അപ്പോൾ മിൽക്ക് കേർഡ് ആവുന്നതിലും ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. സോ സം കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേർ ഇൻ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിൽ. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒന്ന്, ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജഷൻ ആവുന്നത്. അതുപോലെ തന്നെ വെർജിക്രിസ് ഓഫ് കോപ്പർ വെസൽസ്, ചെമ്പ് പാത്രങ്ങളൊക്കെ ക്ലാവ് പിടിക്കുക എന്ന് പറയും. റെസ്ലിംഗ് ഓഫ് അയൺ റെസ്റ്റിൽ ചെയ്യുക അഥവാ തുരുമ്പ് പിടിക്കുക. സോറിങ് ഓഫ് കേട് ഉണ്ടാവുന്നത്, കേട് പുളിക്കുന്നത്. ബേണിംഗ് ഓഫ് സ്പാക്കുലേഴ്സ്, എന്താണ്? പൂത്തിരി കത്തുന്നത്. കുക്കിംഗ് ഫുഡ്, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ? പിന്നെ ഉണ്ടാക്കിയ ഭക്ഷണത്തെ നമുക്ക് വീണ്ടും ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. കളറിങ് ചേഞ്ച് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. അവിടെ നടക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ് ഒക്കെ ഡീകമ്പോസിഷൻ നടത്തുന്നത്. സോ എമംഗ് ദീസ് ദർ ആർ കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ആർ യൂസ്ഫുൾ ഓർ നോട്ട് യൂസ്ഫുൾ ഫോർ അസ്. ഇതിൽ ചിലത് എന്താണ്? നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ ആഹാരം കുക്ക് ചെയ്യുന്ന ആഹാരം വേവുന്നത്, അല്ലെങ്കിൽ ആഹാരം എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ക്ലാവ് പിടിക്കുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ടാബുലേറ്റ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ടാബുലേറ്റ് ചെയ്യാനാണ്. വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടാത്തത് എന്നുള്ളത്. ക്യാൻ വി കൺട്രോൾ ദ കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ആർ നോട്ട് യൂസ്ഫുൾ ടു അസ്? നമുക്ക് ഉപകാരമില്ലാത്ത കെമിക്കൽ ചേഞ്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചിലതൊക്കെ പറ്റുമോ അല്ലേ? സോ ഇവിടെ പറയുന്നുണ്ട്, വാട്ട് ഡു വി യൂഷ്വലി ഡു ടു പ്രിവെൻറ്റ് റെസ്ലിംഗ് ഓഫ് അയൺ? ഈ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൽ ഓയിൽ ഇടാൻ വേണ്ടി പറ്റും. ഇതൊക്കെ തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. Then haven't you noticed that iron paint are useful greased with oil? ഇപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ എണ്ണ പുരട്ടിയിട്ടൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അത് ഇരുമ്പ് തുരുമ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈൻഡ് അതർ മെത്തേഡ്സ് ലൈക്ക് ദീസ് ദാറ്റ് ആർ ബീങ് യൂസ്ഡ് ടു കൺട്രോൾ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി എന്താണ് റസ്റ്റ് എന്ന് പറയുന്നത്? റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ. എയറിലുള്ള ഓക്സിജന് അതുപോലെ തന്നെ മോയ്സ്ചർ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഇരുമ്പിനുണ്ടാവുന്ന അയണിനുണ്ടാവുന്ന ഒന്നാണ് ഈ ഒരു റസ്റ്റ് എന്ന് പറയുന്നത്. റെസ്ലിംഗ് ഓഫ് അയൺ ഒബ്ജക്ട്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗ്രീസിങ് ദം വിത്ത് ഓയിൽ ഓർ ബൈ പെയിൻറ്റ്. അപ്പോൾ ഓയിൽ കൊടുത്തിട്ടോ പെയിൻറ്റ് കൊടുത്തിട്ടോ ഇതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ ഡൂയിങ് ദിസ് ദ കോണ്ടാക്ട് ഓഫ് അയൺ വിത്ത് എയർ ഈസ് പ്രിവെൻറ്റഡ്. അപ്പോൾ എയറുമായിട്ടുള്ള കോൺട്രാക്ഷൻ എന്താണ്? നമുക്ക് ഒരുവിധം കുറക്കാൻ വേണ്ടി ഇതിലൂടെ പറ്റുന്നതാണ്. Then spoilage of food items is due to the chemical change caused by action of bacteria. ഇപ്പോൾ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അതൊക്കെ കേടുവരും അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ബാക്ടീരിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ വാട്ട് ഈസ് യൂഷ്വലി ഡൺ അറ്റ് ഹോം ടു പ്രിവെൻറ്റ് ദിസ് ഫൈൻഡ് ഔട്ട്? അപ്പോൾ ഇത് നമുക്ക് തടയാൻ വേണ്ടി വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒന്ന്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അല്ലേ? സ്റ്റോറിങ് ഇൻ എ റെഫ്രിജറേറ്റർ. അതുപോലെ ഫ്രീസ് ചെയ്യും. ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിക്കും. സാൾട്ടിങ് ഉപ്പിലിട്ട് വെക്കും. പിക്ലിങ് അച്ചാറിട്ട് വെക്കും. ബോയിലിംഗ് അതുപോലെ വേവിച്ച് വെക്കും. ഇതൊക്കെ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്.
ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ഫൈൻഡ്, എന്താണ് നിരീക്ഷിക്കാം എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഡു സം എക്സ്പെരിമെൻറ്റ് യൂസിങ് സം സബ്സ്റ്റൻസസ് അവൈലബിൾ അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് സബ്സ്റ്റൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കുക. മെറ്റീരിയൽസ് ടു ബി കെപ്റ്റ് ഇൻ ദ സയൻസ് കിറ്റ്. അപ്പോൾ സയൻസ് കിറ്റിൽ വരുത്തേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? വിനെഗർ, എഗ് ഷെല്ല്, ബേക്കിംഗ് സോഡ, ഗ്ലാസ്, സ്പൂൺ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുക. ദെൻ ക്രഷ് ദ എഗ് സെൽ ഇൻ ടു സ്മോൾ പീസസ്. എന്നിട്ട് എന്ത് ചെയ്യുക, എഗ് സെല്ല് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാം. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ഈസ് ദിസ്? അപ്പോൾ അവിടെ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? എഗ്ഗിൻ്റെ ഷെല്ല് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത് അല്ലേ. അവിടെ കെമിക്കൽ ചേഞ്ച് ഒന്നും നടക്കുന്നില്ല, അവിടെ ഫിസിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. പുട്ട് എ ഫ്യൂ പീസസ് ഓഫ് എഗ് സെൽ ഇൻ എ ഗ്ലാസ്. എന്നിട്ട് ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് എഗ്ഗ് ഷെല്ല് നമ്മൾ ഇട്ട് വെക്കുക. പവർ വിനെഗർ ഇൻ ടു ഇറ്റ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ചസ്. എന്നിട്ട് അതിൽ കുറച്ച് വിനെഗർ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചേഞ്ചാണ് അവിടെ കാണാൻ പറ്റുന്നത് എന്ന് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്യാസ് ഇങ്ങനെ ബബിള് പോലെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഈ എഗ് ഷെല്ലുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് പുതിയ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാകും അല്ലേ. ആദ്യം ഉണ്ടായിരുന്നത് എഗ് ഷെല്ലും വിനെഗറുമാണ്, അതിൻ്റെ കൂടെ പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരികയാണ് ചെയ്യുക. Then take a little vinegar in a glass and add 1 spoon of baking soda to it. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിനെഗർ എടുക്കുക. എന്നിട്ട് എഗ്ഗിൻ്റെ ഷെല്ല് ഇട്ടിട്ട് എന്ത് ചെയ്യാം, വിനെഗറിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിനെഗറിൽ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യും, ബബിൾസ് വരുന്നത് കാണാം. ആ ബബിൾസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ്, അവിടെയും സംഭവിക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. Then select different object and design experiment with the help of the teacher. എന്നിട്ട് നിങ്ങൾ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ഇതെന്ത് ചെയ്യുക, വേറെയും സബ്സ്റ്റൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ. കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ്, റെക്കോർഡ് കൺക്ലൂഷൻ, പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ് ആൻഡ് ഡിസ്കസ്. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഒന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ്. നെക്സ്റ്റ് ടോപ്പിക് വെൻ എ സ്പാർക്കിൾഡ് ഇൻ ഈസ് ലിറ്റ് എന്നുള്ളതാണ്. എന്താണ്, പൂത്തിരി കത്തിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈസിൻറ്റ് ഇറ്റ് ഫാസിനേറ്റിംഗ് ടു വാച്ച് എ ലൈറ്റഡ് സ്പാർക്ലർ. എന്താണ്, പൂത്തിരിയൊക്കെ കത്തുന്നത് കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് അട്രാക്റ്റ് യു? അവിടെ എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്? ഒരു പൂത്തിരി കത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഒന്ന് സൗണ്ട് ഉണ്ടാവും, അതുപോലെ ലൈറ്റ് ഉണ്ടാവും, കളർ ഉണ്ടാവും അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. സോ വി നോ ദാറ്റ് വെൻ എ സ്പാർക്ലർ ഈസ് ലൈറ്റ് എ കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്. എന്താണ്, അവിടെ ഒരു പൂത്തിരി കത്തുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. വെൻ എ സ്പാർക്ലർ ഈസ് ലൈറ്റ് ഫോംസ് ഓഫ് എനർജി ലൈക്ക് സൗണ്ട്, ലൈറ്റ് ആൻഡ് ഹീറ്റ് ആർ പ്രൊഡ്യൂസ്ഡ്. അവിടെ നമ്മൾ അത് കത്തിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും, ലൈറ്റ് ഉണ്ടായിരിക്കും, ദെൻ അതുപോലെ ഹീറ്റും ഉണ്ടായിരിക്കും. ഇതൊക്കെ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. യു നോ ദാറ്റ് സൗണ്ട്, ലൈറ്റ് ആൻഡ് ഹീറ്റ് ആർ ഫോംസ് ഓഫ് എനർജി. നമുക്കറിയാം സൗണ്ട്, ലൈറ്റ്, ഹീറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫോംസ് ഓഫ് എനർജിയാണ്, എനർജിയുടെ ഫോംസ് ആണ് അല്ലേ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എനർജി ചേഞ്ച് വെൻ എ സ്പാർക്ലർ ഈസ് ലൈറ്റ്? നമ്മളവിടെ ഈ സ്പാർക്ലർ പൂത്തിരി കത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ. ദർ ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ എ സ്പാർക്ലർ. ഈ സ്പാർക്ലറിൽ എന്തുണ്ടായിരിക്കും? കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽ എനർജി. അതിലുണ്ട് കെമിക്കൽ എനർജി ഉണ്ടായിരിക്കും. കെമിക്കൽ എനർജി ഈസ് പ്രസൻറ്റ് ഓൺലി not only in the substances present in a sparkler but in all the substances. അവിടെ അതിൽ മാത്രമാണോ ഉള്ളത്? എല്ലാ പദാർത്ഥങ്ങളിലും എന്തുണ്ടായിരിക്കും? കെമിക്കൽ എനർജി ഉണ്ടായിരിക്കും. സോ വെൻ എ സ്പാർക്ലർ ഈസ് ലൈറ്റ്, നമ്മൾ അതിനെ ലൈറ്റ് ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ, ദ കെമിക്കൽ എനർജി ഈസ് ദ സ്പാർക്ലർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ഫോംസ് ഓഫ് എനർജി ലൈക്ക് സൗണ്ട്, ലൈറ്റ് ആൻഡ് ഹീറ്റ്. അപ്പോൾ ആ ഒരു കെമിക്കൽ എനർജി എന്തിലേക്ക് മാറും? സൗണ്ടിലേക്കും അതുപോലെ ലൈറ്റ്, ഹീറ്റ്, ഈ 3 എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. When are the energy changes that happens when a sparkler is light? അപ്പോൾ നമ്മൾ പൂത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു 3 എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, സൗണ്ട് എനർജി. ഈ 3 എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സം കെമിക്കൽ ചേഞ്ചസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. താഴെ ടേബിളിൽ കുറച്ച് കെമിക്കൽ ചേഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഡിസ്കസ് ദ എനർജി ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദം. അവിടെ ഏതൊക്കെ എനർജിയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. എനർജി ചേഞ്ച്, എന്ത് എനർജി ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം. പേപ്പർ ബേൺസ്. എന്താണ്, പേപ്പർ കത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് എനർജി ഉണ്ടാവും, അതുപോലെ തന്നെ ലൈറ്റ് എനർജി ഉണ്ടാവും. സൗണ്ട് ഉണ്ടാവുമോ? ഇല്ല. ക്യാംഫർ ബേൺസ്. ക്യാംഫർ കത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെയും ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും, ലൈറ്റ് എനർജിയും ഉണ്ടായിരിക്കും. അതുപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയർ ക്രാക്കേഴ്സ്
ഫയർസ് ബ്രസ്റ്റ് എന്നുള്ളതാണ്. എന്താണ്? പടക്കം പൊട്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ഹീറ്റ് എനർജി വരും, ലൈറ്റ് എനർജി വരും, അതുപോലെ തന്നെ സൗണ്ട് എനർജിയും ഉണ്ടാകും. കുക്കിംഗ് ഗ്യാസ് ബേൺസ്, കുക്കിംഗ് ഗ്യാസ് കത്തുമ്പോഴോ ഹീറ്റ് ഉണ്ടായിരിക്കും, ലൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ? ഈ രണ്ടെണ്ണമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഏതൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എനർജി ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ടു. ഇനി പ്ലാന്റ്സിൽ എന്തൊക്കെ എനർജി ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇതുവരെ പറഞ്ഞത് ബാക്കിയുള്ള സബ്സ്റ്റൻസിലെ കാര്യമാണ് അല്ലേ? സോ ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഈസ് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിൽ നടക്കുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് നടക്കുന്നത് അല്ലേ? അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും വാട്ടറും ക്ലോറോഫിലുമാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. വിച്ച് സബ്സ്റ്റൻസസ് ആർ ബീങ് യൂസ്ഡ് ഹിയർ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസർ ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ 3 സബ്സ്റ്റൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി ഡു പ്ലാന്റ്സ് യൂസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഏത് എനർജിയാണ് വരുന്നത്? അവിടെ ഉപയോഗിക്കുന്നത് ലൈറ്റ് എനർജിയാണ് അല്ലേ? ദ ഫുഡ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ്. ഫോട്ടോസിന്തസിസിലൂടെ ഈ പ്ലാന്റ്സ് പുറത്തുവിടുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ എന്താണ്? ഗ്ലൂക്കോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കൽ എനർജി. അതിൽ എന്തുണ്ട്? കെമിക്കൽ എനർജി ഉണ്ട്. ഇനി എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് യൂസിങ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. എന്താ പറയുന്നത്? ക്ലോറോഫിലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്ക് അറിയുന്നതാണ് എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത്. എന്നാലും അതവിടെ കൊടുത്തതാണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then you have understood that when plants produce food, light energy is stored as chemical energy. അവിടെ ലൈറ്റ് എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. Does this chemical energy stored in plants reach other living organisms? അപ്പോൾ ഇതെന്താണ്? ബാക്കിയുള്ള ജീവികളിലും ഇതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇത് പ്ലാന്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ഡിസ്കസ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. താഴെ പറയുന്നുണ്ട് ഫയർഫ്ലൈനെ കുറിച്ചിട്ടാണ്, മിന്നിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാവൻ യു സീൻ ഫയർഫ്ലൈസ് ഗ്ലോയിങ് അറ്റ് നൈറ്റ്? രാത്രി ഇത് പ്രകാശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? സോ സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ദെയർ ബോഡീസ് പ്രൊഡ്യൂസ് ലൈറ്റ്. അവരുടെ ശരീരത്തിൽ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്, അതാണ് ഈ ലൈറ്റ് ഉണ്ടാക്കുന്നത്. When a firefly glows, chemical energy is converted into light energy. അപ്പോൾ അവിടെ അവർ ഇങ്ങനെ തിളങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഈ കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്, എനർജി ചേഞ്ച് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണ് എനർജി ഡിഫറെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എനർജി ചേഞ്ചസ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പർപ്പസിന് നമ്മൾ ഇതേപോലെ ഓരോ എനർജിയെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാവൻ യു സീൻ എ മിക്സർ ഗ്രൈൻഡർ വർക്കിംഗ്? വിച്ച് എനർജി ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ മിക്സർ ഗ്രൈൻഡർ? നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ളതാണ് മിക്സി എന്ന് പറയുന്നത്, അല്ലാതെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഏത് എനർജിയാണ് മിക്സി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? കറണ്ട് ആണ് അല്ലേ? അഥവാ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഡു എനി പാർട്സ് ഓഫ് ദ മിക്സർ ഗ്രൈൻഡർ മൂവ്? അവിടെ ഏതെങ്കിലും ഭാഗം മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അതിൻ്റെ ആ ഒരു ബ്ലേഡ് പോലത്തെ സംഭവം അവിടെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു മൂവ് ദ മെഷീൻ പാർട്സ്? അപ്പോൾ ആ ഒരു മെഷീൻ പാർട്സ് മൂവ് ചെയ്യാൻ എന്ത് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് അവിടെ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ? മൂവിങ് മെഷീൻ പാർട്സ് പോസസസ് മെക്കാനിക്കൽ എനർജി. ആ ഒരു പാർട്സ് മൂവ് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെഷീൻ പാർട്സ് ഓഫ് ദ മിക്സർ ഗ്രൈൻഡർ വർക്ക്സ് അപ്പാർട്ട് ഫ്രം ദ ഫോംസ് ഓഫ് എനർജി ഡിസ്കസ് ഏർലിയർ. ആർ ദർ എനി അതർ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഹിയർ? അപ്പോൾ മിക്സിയിൽ നമ്മൾ ഈ ഒരു ആ ഭാഗം പ്രവർത്തിക്കാൻ വേണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. പക്ഷെ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? സൗണ്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് അവിടെ സൗണ്ട് സംഭവിക്കുന്നത്? സ്വിച്ച് ഓഫ് ദ മിക്സർ ഗ്രൈൻഡർ ആൻഡ് ടച്ച് ഇറ്റ്. വാട്ട് ഈസ് എ വാം? ഈസ് ഇറ്റ് വാം? എന്താണ്? നമ്മൾ മിക്സി ഓഫ് ചെയ്തു, എന്നിട്ട് നമ്മളത് തൊട്ട് നോക്കും. അപ്പോൾ അവിടെ വാമാണോ? ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? അത് നോർമലാണോ? എന്താ തോന്നുക? ചെറിയ ചൂട് നമുക്ക് തോന്നും.
So, you have understood that when a mixer grinder works, electrical energy changes into various forms of energy. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്, പക്ഷെ അവിടെ ഉണ്ടാകുന്നത് വേരിയസ് എനർജീസ് അവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അത് മെക്കാനിക്കൽ എനർജി അവിടെ മൂവ് ചെയ്യുന്നുണ്ട്, അതിന് സൗണ്ട് ഉണ്ട്, ഹീറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. സോ വാട്ട് ആർ ദ എനർജി ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് വെൻ എ മിക്സർ ഗ്രൈൻഡർ വർക്ക്സ്. അപ്പോൾ മിക്സർ ഗ്രൈൻഡർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ എനർജിയാണ് ഉണ്ടാകുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി, അവിടെ നിന്നും അത് പ്രവർത്തിക്കാനുള്ള മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നുണ്ട്, സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് എനർജിയും സംഭവിക്കുന്നുണ്ട്. ഇത്രയും എനർജീസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Haven't you understood that when a mixer grinder works, electrical energy is converted into mechanical energy, sound energy and heat energy. അപ്പോൾ ഈ 3 എനർജിയിലേക്കും ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. ഡിസ്കസ് ദ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആൻഡ് റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുമ്പോൾ അത് മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വേറെ എന്തൊക്കെ ഡിവൈസ് നമുക്കറിയാം? ഫാന്, മിക്സർ ഗ്രൈൻഡർ, മോട്ടോർ, ഡ്രില്ലിംഗ് മെഷീൻ, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ നിങ്ങളുടെ അടുത്ത് സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. Observe the pictures given below. What energy transformation do we utilize in each device? ഇവിടെ കുറച്ച് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ എന്തൊക്കെ എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? അയൺ ബോക്സ് അല്ലെ. അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്, പക്ഷെ നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്താണ്? ഹീറ്റ് എനർജിയാണ്. നെക്സ്റ്റ് വൺ സ്പീക്കേഴ്സ് ആണ്, അവിടെ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്, തിരിച്ചു കിട്ടുന്നത് എന്താണ്? സൗണ്ട് എനർജിയാണ്. നെക്സ്റ്റ് വൺ ബാറ്ററി ആണ്, അവിടെ എന്താണ്? കെമിക്കൽ എനർജിയാണുള്ളത്, തിരിച്ചു കിട്ടുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയാണ്. നെക്സ്റ്റ് വൺ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ബൾബ് ലൈറ്റ് ചെയ്യാണ്, അവിടെ കെമിക്കൽ എനർജിയാണ് ബാറ്ററിയുടെ ഉള്ളിലുള്ളത്, അവിടെ കിട്ടുന്നത് എന്താണ്? ലൈറ്റ് എനർജിയാണ്. അപ്പോൾ അവിടെ എന്ത് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി കൊടുക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എനർജി ലോസ് ആണ്. എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് അവിടെ, പക്ഷേ എനർജി ലോസും സംഭവിക്കുന്നുണ്ട്. വെൻ എനർജി ട്രാൻസ്ഫോർമേഷൻ occurs, doesn't a ലോട്ട് ഓഫ് എനർജി ഗെറ്റ് വേസ്റ്റഡ് വിത്തൗട്ട് ബീയിങ് യൂസ്ഡ്. ഇപ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ചില എനർജീസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. വി യൂസ് ആൻ ഇലക്ട്രിക്കൽ ബൾബ് ടു ഗെറ്റ് ലൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇലക്ട്രിക്കൽ ബൾബ് വേണം അല്ലേ. ബട്ട് ഡസൻ ഹീറ്റ് ഓൾസോ ഗെറ്റ് ജനറേറ്റഡ് ഇൻ ദ ബൾബ്. പക്ഷേ ആ ഒരു ബൾബ് അവിടെ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഹീറ്റും കൂടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ബൾബൊക്കെ തൊട്ട് നോക്കിയാൽ, ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് തൊട്ട് നോക്കിയാൽ നല്ല ഹീറ്റ് തോന്നും. അപ്പോൾ ഹീറ്റും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ജനറേറ്റഡ് ലൈക്ക് ദിസ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്. പക്ഷേ അവിടെ ഹീറ്റ് എനർജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് ലൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ദ പിക്ചേഴ്സ് ബിലോ ഷോ three different types of bulb we have used at different periods. അപ്പോൾ ഡിഫറെൻറ്റ് പീരിയഡ്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ 3 ടൈപ്സ് ഓഫ് ബൾബാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഒബ്റ്റെയിൻ ഇൻ ഓൾ 3 കേസസ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. പക്ഷെ അവിടെ കിട്ടുന്ന എന്താണ്? അവിടെ കിട്ടുന്ന പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈക്വൽ ആണ്. ഫസ്റ്റ് വണ് ഫിലമെൻറ്റ് ബൾബാണ് കൊടുത്തിട്ടുള്ളത്, അവിടെ 16 വോൾട്ടിൻ്റെ ബൾബാണ്, പക്ഷെ അവിടെ മോർ ഇലക്ട്രിസിറ്റി യൂസേജ് ആണ് നടക്കുന്നത്, ജനറേറ്റ്സ് മോർ ഹീറ്റ് എനർജി, അവിടെ കൂടുതൽ ഹീറ്റ് എനർജിയും ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ CFL ആണ്, 20 വോൾട്ട് ആണ് അവിടെ ഉള്ളത്. W എന്ന് പറഞ്ഞാൽ വോൾട്ട് ആട്ടോ, 20 വോട്ട് ആണ്. ദെൻ ലെസ് ഇലക്ട്രിസിറ്റി യൂസേജ് ആണ്, ജനറേറ്റ്സ് ലെസ് ഹീറ്റ് എനർജിയാണ്. എന്താണ്? ഇലക്ട്രിസിറ്റി ഉപയോഗം കുറവാണ്, അതുപോലെ തന്നെ ഹീറ്റ് എനർജിയും കുറവാണ്. മൂന്നാമത്തത് LED ബൾബാണ്, 9 വോട്ടിൻ്റെ ആണ്, വെരി ലെസ് ഇലക്ട്രിസിറ്റി യൂസേജ് ആണ്, ജനറേറ്റ്സ് വെരി ലെസ് ഹീറ്റ് എനർജിയാണ്. ഇലക്ട്രിസിറ്റി യൂസേജും കുറവാണ്, അതുപോലെ ഹീറ്റ് എനർജിയും അവിടെ കുറവാണ്. സോ വിച്ച് ഓഫ് ദീസ് ഡു യു യൂസ് മോർ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഏത് ബൾബാണ്? വൈ? ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഫിലമെൻറ്റ് ബൾബുകളൊക്കെ ഉപയോഗിച്ചിരുന്നു, പിന്നെ CFL ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ LED ബൾബുകൾ തന്നെയാണ്. അതിൻ്റെ കാരണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? വി യൂസ് LED ബൾബ്സ് മോർ ഇൻ അവർ ഹൗസ് ബിക്കോസ് LED ബൾബ്സ് യൂസ് വെരി ലെസ് ഇലക്ട്രിസിറ്റി ആൻഡ് ജനറേറ്റ് വെരി ലെസ് ഹീറ്റ് എനർജി. കാരണം ഇലക്ട്രിസിറ്റിയും കുറവാണ്, ഹീറ്റ് എനർജിയും കുറവാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു LED ബൾബ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. Then we don't utilize the heat energy produced along the light energy when a bulb glows. Unutilized heat energy is energy loss. അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് ആ ഹീറ്റ് എനർജി ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? പ്രകാശത്തോടൊപ്പം നമുക്ക് എന്തും കൂടെ കിട്ടുന്നുണ്ട്? നമുക്കവിടെ ഹീറ്റ് എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് മാത്രം. വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് റെഡ്യൂസിങ് ദ യൂസിങ് ഓഫ് ഫിലമെൻറ്റ് ബൾബ് ആൻഡ് ഇൻക്രീസിങ് ദ യൂസസ് ഓഫ് LED ബൾബ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫിലമെൻറ്റ് ബൾബിൻ്റെ ഉപയോഗം കുറച്ചിട്ട് LED കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്കവിടെ ഇലക്ട്രിസിറ്റി കൺസർവേഷനും നടക്കും, ഹീറ്റ് എനർജിയും നമുക്കവിടെ കുറക്കാൻ വേണ്ടി പറ്റും.
Okay, what could be the reason for the promotion of LED bulbs in the electricity board? ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ് നമ്മുടെ LED ബൾബ് ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ് അല്ലേ. ഇൻ മെനി സിറ്റുവേഷൻസ് വൺ ഫോം ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് എനർജി. പല സമയത്തും എന്താണ് നമുക്ക് കിട്ടേണ്ടത് ഒരു എനർജി ആയിരിക്കും, പക്ഷെ ആ സമയത്ത് തന്നെ അവിടെ ഒരുപാട് ഫോംസ് ഓഫ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എന്താണ് മിക്സി അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മെക്കാനിക്കൽ എനർജി മാത്രമേ ആവശ്യമുള്ളൂ, പക്ഷെ അവിടെ എന്തുണ്ടാകുന്നുണ്ട് സൗണ്ട് എനർജിയും അതുപോലെ ഹീറ്റ് എനർജിയും അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും അപ്പോൾ താഴെ അതിനനുസരിച്ചുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതൊക്കെ എനർജിയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് ഓഫ് എ വാട്ടർ മോട്ടോർ. നമ്മൾ ജലം മോട്ടോർ വാട്ടർ മോട്ടോർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി ഏതൊക്കെയാണ്? മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി. ഇത് മൂന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഏതാണ്? മെക്കാനിക്കൽ എനർജി മാത്രമാണ്. അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയുമാണ്. നെക്സ്റ്റ് വൺ വർക്കിംഗ് ഓഫ് ഒരു ഫാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി ഇത് മൂന്നും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വേണ്ടത് അവിടെ ഇലക്ട്രിക്കൽ എനർജി മാത്രമാണ്. അപ്പോൾ അവിടെ ലോസ് ആവുന്നത് ഏതൊക്കെയാണ്? ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയുമാണ്. നെക്സ്റ്റ് വൺ വർക്കിംഗ് ഓഫ് മിക്സർ ഗ്രൈൻഡർ. ഒരു മിക്സർ ഗ്രൈൻഡർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ മെക്കാനിക്കൽ എനർജിയും ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഉണ്ടാകുന്നു. മെക്കാനിക്കൽ എനർജിയാണ് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഹീറ്റ് എനർജി, സൗണ്ട് എനർജി എന്ന് പറയുന്നത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണ്. Knowledge about chemical change, physical change and energy changes help us to understand and explain the changes happening around us. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അല്ലേ. ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, അതുപോലെ തന്നെ എനർജി ചേഞ്ച് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായി. യൂസ് ഓഫ് ഡിവൈസസ് ദാറ്റ് റെഡ്യൂസ് എനർജി ലോസ് ഇൻ എനർജി ട്രാൻസ്ഫോർമേഷൻ മേക്ക് അവർ ലീവ്സ് ബെറ്റർ. അപ്പോൾ നമ്മുടെ ജീവിതം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി റെഡ്യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള എനർജീസ് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ദിസ് ഹെൽപ്സ് ഇൻ എനർജി കൺസർവേഷൻ. അതിലൂടെ നമുക്ക് എന്ത് പറ്റും? എനർജി കൺസർവേഷൻ നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനമാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. ഇതിലെ ഓഡ് വൺ ഏതാണെന്ന് നോക്കണം. ഫയർ ക്രാക്കർ ബേസ്റ്റ്, ബോട്ടിൽ ബ്രേക്സ്, സ്റ്റിയറിംഗ് ഓഫ് കൈറ്റ് ബ്രേക്സ്, ഇലക്ട്രിക്കൽ വയർ ബ്രേക്സ്. ഇതിലേതാണ്? ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് സ്ട്രിങ് ഓഫ് കൈറ്റ് ബ്രേക്സ് എന്നുള്ളതാണ്. അവിടെ എന്താണ്? ഒരു ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് ചേഞ്ചസ് ആൻഡ് റൈറ്റ് ദെയർ വെദർ ആർ കെമിക്കൽ ചേഞ്ച് ഓർ ഫിസിക്കൽ ചേഞ്ച്. താഴെയുള്ളതിൽ ഏതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ച്, ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് എന്ന് എഴുതി കൊടുക്കണം. ക്യാംഫർ ബേണിംഗ്, അവിടെ കർപ്പൂരം കത്തുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കെമിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. കോപ്പർ വെസൽ ഗെറ്റിംഗ് വെർഡിക്രൈസ്ഡ്, അഥവാ ചെമ്പ് പാത്രം ക്ലാവ് പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് കെമിക്കൽ ചേഞ്ചാണ്. കട്ടിങ് ഫയർവുഡ്, നമ്മൾ വിറക് വെട്ടുക, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഫിസിക്കൽ ചേഞ്ച് ആണല്ലോ. അവിടെ അപ്പോഴും അതെന്ത് തന്നെയാണ്? ഫയർവുഡ് തന്നെയാണ്. ഫെർമെൻറ്റേഷൻ ഓഫ് ദോശ ബാറ്റർ പുളിക്കുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ടാർ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ടവൽ അബ്സോർബിങ് വാട്ടർ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഷുഗർ ഡിസോൾവിങ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫിഷ് ഗെറ്റിംഗ് സ്പോയിൽഡ് എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഗ്രീൻ ലീവ്സ് ടേണിങ് യെല്ലോ എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഷുഗർ ഡിസോൾവിങ് വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും അവിടെ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നല്ലേ. ഈ പഞ്ചസാര ആ ഒരു വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം അതിൽ നിന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, you know that electrical energy is being used by converting it into different forms. നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് ഫോംസിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഡിവൈസസ് ദാറ്റ് യൂട്ടിലൈസ് ദ ഫോളോയിങ് എനർജി ട്രാൻസ്ഫോർമേഷൻ. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്ന് എഴുതി കൊടുക്കണം. ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആവുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അയൺ ബോക്സ്, ടോസ്റ്റർ, ഇൻഡക്ഷൻ കുക്കർ, ഹെയർ ഡ്രയർ, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. ദെൻ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആവുന്നത് ബാറ്ററി ചേഞ്ചർ, ഇലക്ട്രോപ്ലേറ്റിംഗ് യൂണിറ്റ്, ഇലക്ട്രോലൈസിസ് അപ്പാരറ്റസ്, ഇതൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ദെൻ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി ആവുന്നത് ലൗഡ് സ്പീക്കർ, റേഡിയോ, ഡോർ ബെല്ല്, ഹെഡ്ഫോൺസ്. നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി ആണ്. LED ബൾബ്, ട്യൂബ് ലൈറ്റ്സ്, ടോർച്ച്, സ്ട്രീറ്റ് ലാമ്പ്. ഓക്കെ, ഇതൊക്കെ ഇത്തരത്തിൽ എനർജി ചേഞ്ച് സംഭവിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
all the changes that occur by absorbing heat are chemical changes. Is this statement correct? Why? എന്താണ് ഇപ്പോൾ ഹീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് അല്ലേ? അത് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലായിടത്തും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണോ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നടക്കുന്നത്? അല്ല. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? നോ അല്ലേ? അല്ല, നോ ആണ്. കാരണം എന്താണ്? നോട്ട് ഓൾ ചേഞ്ചസ് ദാറ്റ് ഒക്കെയർ ബൈ അബ്സോർബിങ് ഹീറ്റ് ആർ കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് ക്യാൻ ഓൾസോ ഒക്കെയർ ബൈ അബ്സോർബിങ് ഹീറ്റ്. ഇൻ ഫിസിക്കൽ ചേഞ്ചസ് സബ്സ്റ്റൻസസ് അണ്ടർഗോ എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് അബ്സോർബിങ് ഹീറ്റ്. അവിടെ എന്താണ്? എല്ലാതും ഇതേപോലെ ഈ ഒരു താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്ന അബ്സോർബ് ചെയ്തിട്ടല്ല നടക്കുന്നത്. ചില കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നത് അങ്ങനെയും അല്ല. ഓക്കെ, അപ്പോൾ എല്ലാ ചേഞ്ചസും ഉണ്ടാകുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 8th ചാപ്റ്റർ ആണ്. മോഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.